ടെക് സിറ്റി എന്നറിയപ്പെടുന്ന കഴക്കൂട്ടത്ത് തീപാറുന്ന ത്രികോണ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള മുതൽ പ്രാദേശിക ജലക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അവസാന ലാപ്പിലും ചർച്ചയാകുന്നത്. LDF-നായി സിറ്റിംഗ് MLA-യും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ, NDA-ക്ക് വേണ്ടി മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, UDF-നായി മുൻ MLA T ശരത്ചന്ദ്ര പ്രസാദ് എന്നിവർ ഗോദയിലിറങ്ങുമ്പോൾ വിജയം ആർക്കൊപ്പം എന്നുള്ളത് പ്രവചനാതീതമാണ്. കാണാം ഇലക്ഷൻ ഡയറി. കഴക്കൂട്ടം ഒരു ചെറിയ കളമല്ല. 2016 UDF-ന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ നിന്ന് നിയമസഭയിലെത്തുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി UDF-ഉം സജീവമായി പ്രചരണവുമായി NDA കൂടി രംഗത്തെത്തിയോടെ ഇത്തവണ പോരാട്ടം കടുക്കും. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായ മണ്ഡലത്തിൽ ടെക്നോ പാർക്ക്, ഇൻഫോസിസ്, മെഡിക്കൽ കോളേജ്, വൻകിട ഷോപ്പിംഗ് മാളുകൾ, അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ തിരക്കേറിയ പ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നു. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന മണ്ഡലം 2016 കടകംപള്ളി സുരേന്ദ്രൻ പിടിച്ചെടുത്തു. 2021 ആ വിജയം ആവർത്തിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ വിവാദങ്ങൾ ചർച്ചയാകുമ്പോഴും മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങൾ വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയാണ് ഇടതു സ്ഥാനാർത്ഥിക്ക്. മൂന്നാമത് നല്ല അഭിമാനകരമായ ഭൂരിപക്ഷത്തോടു കൂടി ഒരു മൂന്നാം വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. 1965 രൂപീകരിച്ച ഈ മണ്ഡലത്തിൽ നിന്നായിരുന്നു 1977 ഉപതെരഞ്ഞെടുപ്പിൽ 8000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ AK ആന്റണി മുഖ്യമന്ത്രിയായത്. ആദ്യകാലത്ത് UDF-ന്റെ ശക്തമായ കോട്ടയായിരുന്നു കഴക്കൂട്ടം. പിന്നീട് ഇടതു സ്വഭാവം കാട്ടിത്തുടങ്ങിയതോടെ UDF-ന്റെ ഭൂരിപക്ഷവും കുറഞ്ഞു തുടങ്ങി. എന്നാൽ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ചയാക്കി തിരഞ്ഞെടുപ്പ് നേരിടുകയാണ് UDF-ഉം. അയ്യപ്പനെ തൊട്ട് കളിച്ചിട്ടുള്ളവർ ആരെയും അയ്യപ്പ വെറുതെ വിട്ടിട്ടില്ല. UDF ആ മുദ്രാവാക്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അത് ജനമധ്യത്തിലുണ്ട്. രണ്ടാം സ്ഥാനം ഒന്നാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് NDA. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനമാണ് അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്ന പ്രധാന ഘടകം. വികസനത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്ര വലിയ വികസനം നടത്തിയെന്ന് പറയുന്ന ആള് കുടിവെള്ളം കിട്ടാത്ത നൂറുകണക്കിന് പ്രദേശങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് മൊത്തം. പിന്നെ എവിടെയാ വികസനം ഉണ്ടാക്കിയത്? സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ LDF-ഉം സീറ്റ് പിടിച്ചെടുക്കാൻ UDF-ഉം കളത്തിലിറങ്ങുമ്പോൾ അട്ടിമറി വിജയമാണ് NDA-യുടെ പ്രതീക്ഷ. പ്രിയനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.